ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് HTC 616ൻ്റെ മൈക്ക് കംപ്ലൈൻറ്റിനെ കുറിച്ചാണ്. സാധാരണ ഇതിനകത്ത് ഡിജിറ്റൽ മൈക്കാണുള്ളത്. അപ്പോൾ ഡിജിറ്റൽ മൈക്കിൻ്റെ ബേസ്, ഡിജിറ്റൽ മൈക്ക് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുക, എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാം, ഇനി അഥവാ 2 വയറുള്ള യൂണിവേഴ്സൽ മൈക്കാണ് നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ അതിന് മുന്നേ പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഫോൺ അഴിക്കാൻ ആർക്കെങ്കിലും അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ആ മുകളിൽ കാണുന്ന ആ ടാഗ് വരുന്ന വിധത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഹലോ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് അതിൻ്റെ മൈക്രോഫോണ്. ഇത് ഡിജിറ്റൽ മൈക്രോഫോണാണ്. ഇതിൽ ഈ സൈഡിൽ 3 ലെഗും ഈ സൈഡിൽ 2 ലെഗുമാണുള്ളത്. അപ്പോൾ ഇതെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അകത്തൊരു ഈ സെൻറ്ററിലൊരു വട്ടവും കാണാം. ഈ സൈഡിൽ 3 ലെഗ്, ഈ സൈഡിൽ 2 ലെഗ്. ഇതിൽ ഈ സൈഡിലെ 2 ലെഗും ഇതിൻ്റെ നടുക്കത്തെ ലെഗും നെഗറ്റീവാണ്. ഈ 2 ലെഗുകൾ മാത്രമേ നെഗറ്റീവ് അല്ലാത്ത ലെഗുകളുള്ളൂ. അതിൽ ഒരെണ്ണം നോ സിഗ്നലും ഒരെണ്ണം പോസിറ്റീവ് ലൈനുമാണ്. നിങ്ങളെ വരച്ച് കാണിക്കാം. ഇങ്ങനെ ഒരു സൈഡിൽ 3 ലൈനുകളും ഒരു സൈഡിൽ 2 ലൈനുകളുമാണുള്ളത്. അതിൽ നടുക്കൊരു വട്ടം ഉണ്ടാവും. അതിൽ ഈ 3 എണ്ണം നെഗറ്റീവാണ്. ഒരെണ്ണം നോ സിഗ്നലാണ്, ഒരെണ്ണം പോസിറ്റീവാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. ഇതിൽ ഈ 2 ലൈൻ കയറുന്നത് പറയാം. നിങ്ങൾക്കിപ്പം ഡിജിറ്റൽ മൈക്രോഫോൺ തന്നെ വെക്കണമെങ്കിൽ ഈ ലൈൻ കയറുന്നത് ഇതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഡയോഡ്, ഈ കാണുന്ന ഒരു ഡയോഡാണ്. അത് കഴിഞ്ഞ് ഒരു റെസിസ്റ്റൻസ്, 2 കപ്പാസിറ്റർ, മൊത്തം അത് കഴിഞ്ഞ് 5 ചെറിയ സ്പെയറുകൾ ഇരിപ്പുണ്ട്. അതിൽ ആ റെസിസ്റ്റൻസിലേക്കോ അതിനപ്പുറത്തെ കപ്പാസിറ്ററിലേക്കോ അതിനപ്പുറത്തെ കപ്പാസിറ്ററിലേക്കോ, അതായത് ഈ ലൈനിൽ 3 കമ്പോണൻസിൻ്റെ അടിയിലെ കണക്ഷനിലേക്ക് ആ കണക്ഷൻ കയറുന്നത്, അടിയിലെ കണക്ഷനിലേക്ക് കൊടുത്താൽ മതിയാവും. അപ്പോൾ എന്തായാലും പ്രിൻ്റ് ഡാമേജൊക്കെ ആണെന്നൊരു നിങ്ങൾ ഈ ഡയോഡിൻ്റെ തൊട്ട് അടുത്ത ഒരു റെസിസ്റ്റൻസ്, പിന്നെ ഒരു കപ്പാസിറ്റർ, പിന്നെ 3-4-5 കപ്പാസിറ്ററും റെസിസ്റ്റൻസും ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഡയോഡിന് അടുത്തിരിക്കുന്ന 2 സ്പെയർ അല്ലെ 3 സ്പെയറിൻ്റെ ഏതിൻ്റെയും അടിയിലേക്ക് കൊടുത്താൽ മതി. ആ റെസിസ്റ്ററിലേക്ക് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ലെഗ്, അതായത് ഈ ലെഗ് പോസിറ്റീവ്, അത് കയറുന്നത് ഈ മൈക്കിൻ്റെ മുകളിൽ കുറേ സ്പെയർ ഇരിപ്പുണ്ട്. അതിന് മുകളിൽ ഒരു കപ്പാസിറ്റർ ഇരിക്കുന്നുണ്ട്. ആ ഡയോഡിൻ്റെയൊക്കെ കുറച്ചൊരു 3 മില്ലിമീറ്റർ മുകളിൽ അതിൻ്റെ ഈ റിങ്ങർ സെറ്റ് ചെയ്യുന്ന ആ സൈഡിലേക്കാണ് കയറുന്നത്. അങ്ങോട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിൽ യൂണിവേഴ്സൽ മൈക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. യൂണിവേഴ്സൽ മൈക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണല്ലോ അതിൻ്റെ ലൈനുകൾ. ഒന്ന് നമുക്കിവിടെ മാറ്റി വരയ്ക്കാം. ഇങ്ങനെ നടുക്കൊരു പിന്ന്, ഈ സൈഡ് 3 പിന്നുണ്ട്, ഇവിടെ 2 പിന്ന്. അപ്പോൾ ഇത് 3ഉം എർത്താണ്, നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവിലേക്ക് അതങ്ങനെ നെഗറ്റീവ് കിടക്കട്ടെ. പിന്നെ ഈ 2 ലൈൻ ഇടയ്ക്ക് നിങ്ങളൊരു റെസിസ്റ്റൻസ് കൊടുക്കണം. ഇങ്ങോട്ട് 2-നിടയ്ക്ക് സോൾഡർ ചെയ്ത് ഒരു റെസിസ്റ്റൻസ് പിടിപ്പിക്കുക. ഒരു 1K തൊട്ടുള്ള 1Kയിൽ അല്ലെങ്കിൽ 1K തൊട്ട്
10Kക്ക് ഇടയ്ക്കുള്ള ഏതെങ്കിലും വാല്യൂവിൽ ഉള്ള ഒരു റെസിസ്റ്റൻസ് നിങ്ങൾ പിടിപ്പിക്കണം. എന്നിട്ട് മൈക്ക് ഉണ്ടാവും, മൈക്കിൻ്റെ അകത്തെ പോള് പോസിറ്റീവും, ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് പുറത്തത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഇങ്ങോട്ട് കൊടുക്കുക, പോസിറ്റീവ് നിങ്ങൾക്ക് ഇതാണല്ലോ അതിൻ്റെ പോസിറ്റീവ് പോള്, ഇത് നോ സിഗ്നൽ. അപ്പോൾ ഈ പോസിറ്റീവ് പോളിലേക്ക് പോസിറ്റീവ് പോള് കൊടുക്കുക, നെഗറ്റീവ് പോളിലേക്ക് നെഗറ്റീവ് പോളും കൊടുക്കുക. ഇത്രയുള്ള കാര്യം. അപ്പോൾ ഈ ചില ഫോണുകളിൽ ഇതിൽ ഏത് പോളയിലും കൊടുക്കാം കേട്ടോ, ഇതിനിപ്പുറത്തും കൊടുക്കാം. ചില ഫോണുകളിൽ സൗണ്ടിൽ എന്നായാലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പോസിറ്റീവ് വയർ മാറ്റിയിട്ട് റെസിസ്റ്ററിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൊടുത്താലും മതിയാവും. ചിലപ്പോൾ ചില ക്ലാരിറ്റിയുടെ വ്യത്യാസം ഉണ്ടാവും. എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പുറത്ത് കൊടുത്താലും മതിയാവും. ഇതിന് പറ്റിയ റെസിസ്റ്റർ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഉള്ളതിനെപ്പറ്റി പറയാം. അതിൽ നമ്മളിപ്പോൾ 1200 ഒരു ബോർഡ് എടുക്കുക. എല്ലാ ബോർഡിലും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഓരോ റെസിസ്റ്റൻസും ചെക്ക് ചെയ്താൽ മതി. സിം ട്രേയുടെ മുകളിൽ ഒരു ട്രാൻസിസ്റ്റർ ഇരിപ്പുണ്ട്, ഒരു 3 ലിക്കുള്ള. ആ ട്രാൻസിസ്റ്ററിൻ്റെ നേരെ മുകളിൽ ഒരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട്, അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു റെസിസ്റ്റർ ഇരിപ്പുണ്ട്. ആ റെസിസ്റ്റർ എടുത്താൽ മതി. ഇത് കണ്ടോ, ഈ വെള്ള കളറുള്ള കമ്പോണൻ്റ് അതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്നത്. ഇതൊരു ഡബിൾ കപ്പാസിറ്ററാണ്, വെള്ള കളറുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന കമ്പോണൻ്റ് റെസിസ്റ്റർ, ഒരു കറുത്ത കളറിലുള്ള ഒരു റെസിസ്റ്റർ. അതിങ്ങ് ഇളക്കി എടുത്താൽ മതിയാകും. എന്നിട്ട് ആ 2 പോയിൻറ്റിൻ്റെ ഇടയിൽ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും 1K തൊട്ട് 10K വരെയുള്ള ഒരു റെസിസ്റ്റർ ഏതെങ്കിലും ഒരെണ്ണം മൾട്ടിമീറ്റർ വെച്ച് അളന്ന് എടുത്താൽ മതിയാകും. ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോൾ സിം ട്രേയുടെ തൊട്ട് മുകളിലൊരു ട്രാൻസിസ്റ്റർ ഇരിപ്പുണ്ട്, അതിൻ്റെ മുകളിലോട്ടാണ് അതിൻ്റെ ലെഗ്. ട്രാൻസിസ്റ്ററിൻ്റെ നേരെ മുകളിൽ ഒരു കപ്പാസിറ്റർ, അതിൻ്റെ മുകളിലൊരു റെസിസ്റ്റർ, അതിൻ്റെ മുകളിൽ ഡബിൾ കപ്പാസിറ്റർ ഇരിപ്പുണ്ട്, അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ റെസിസ്റ്റർ ഇരിക്കുന്നത്. ആ റെസിസ്റ്റർ ഇളക്കി എടുക്കുക, ഫിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. മൊബൈൽ സംബന്ധമായ ഒട്ടുമിക്ക വീഡിയോകളെക്കുറിച്ച് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.